ഈ ഒരു വീഡിയോയിലൂടെ ഡീമൻസ് എല്ലാവരുടെയും ക്രിയേറ്ററായ മൂസാൻ കിബുട്സുവിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. മൂസാന്റെ ബാക്ക് സ്റ്റോറിയും മൂസാന്റെ പവർ ലെവൽസും ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ പോയിട്ട് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് വന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഗ്ലിറ്റ്സ് ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനിമേ കണ്ടന്റ്സ് നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചേരത്തുള്ളൂ. ഇനി ഡയറക്റ്റ് അങ്ങ് വീഡിയോയിലോട്ട് ചാടാം. ലെറ്റ്സ് സീ. മൂസാൻ കിബുട്സുജി ജനിക്കുന്നത് 8th സെഞ്ചുറി AD-യിലാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലെയറിന്റെ ആ ഒരു പീരീഡിൽ നിന്ന് 1000 വർഷം മുന്നെയാണ് മൂസാൻ ജനിക്കുന്നത്. മൂസാൻ ജനിച്ചപ്പോൾ തന്നെ മൂസാന്റെ ഹാർട്ട് ബീറ്റ് ആവാത്തതുകൊണ്ട് മരിച്ചെന്ന് വിചാരിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ മൂസാനെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ അടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിൽ മൂസാൻ ആദ്യമായിട്ട് ഒച്ച ഉണ്ടാക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഷോക്കാകും. ഇവൻ മരിച്ചിട്ട് എങ്ങനെ ജീവനോടെ വന്നെന്ന് പറഞ്ഞ് എല്ലാവരും കൺഫ്യൂഷനോടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അതിനുശേഷമാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടേഴ്സ് എല്ലാവരും മൂസാനെ ചെക്ക് ചെയ്യും. പിന്നീട് അവർ മനസ്സിലാക്കുന്നത് മൂസാന് ഒരു ഡെഡ്ലി ആയിട്ടുള്ള ഡിസീസ് ഉണ്ടെന്നും 20 വയസ്സ് റീച്ച് ആകുമ്പോൾ തന്നെ അവൻ മരിക്കുമെന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറയും. അതിനുശേഷമാണെങ്കിൽ കുറെ നാൾ കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ ആണെങ്കിൽ മൂസാൻ എങ്ങനെയും ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ബ്ലൂ സ്പൈഡർ ലില്ലി എന്നൊരു ഫ്ലവറിൽ നിന്ന് ഒരു മെഡിസിൻ ക്രിയേറ്റ് ചെയ്ത് മൂസാൻ എങ്ങനെയും ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്ന് ആ ഒരു ഡോക്ടർ നോക്കും. ബ്ലൂ സ്പൈഡർ ലില്ലി എന്ന ആ ഒരു ഫ്ലവർ വളരെ റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നതും വലിയൊരു പാടാണ്. ഫൈനലി ഇവരിത് കണ്ടുപിടിച്ചിട്ട് മെഡിസിന് വേണ്ടി പ്രിപ്പയർ ആക്കും. അതിനുശേഷമാണെങ്കിൽ ഈ ഒരു മെഡിസിൻ കഴിച്ചിട്ടും മൂസാന്റെ ഹെൽത്ത് വലിയ ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് മൂസാൻ അവിടെ നല്ല രീതിയിൽ തന്നെ ഫ്രസ്ട്രേഷനിലാകും. അങ്ങനെ അടുത്തിരുന്നൊരു കത്തി എടുത്തിട്ട് ആ ഡോക്ടറിന്റെ തലയിൽ കുത്തിക്കൊല്ലും. അതിനുശേഷമാണ് മൂസാൻ റിയലൈസ് ചെയ്യുന്നത് തന്റെ ബോഡി പെതുക്കെ സ്ട്രോങ്ങറായി വരുന്നുണ്ടെന്ന്. അങ്ങനെ മൂസാൻ മനസ്സിലാക്കും ആ ഒരു മെഡിസിൻ വർക്കായിട്ടുണ്ട്, ഡിസീസസ് എല്ലാം ക്യൂറായെന്ന് പറഞ്ഞ് മൂസാൻ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷമാണ് മൂസാൻ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുന്നത്. സൺലൈറ്റ് മൂസാന്റെ ശരീരത്തിൽ കൊണ്ടുകഴിഞ്ഞാൽ മൂസാന്റെ ബോഡി പാർട്സ് എല്ലാം ഡസ്റ്റ് ആയിട്ട് പോകും. സൂര്യന്റെ ഒരു പ്രസൻസ് കൊണ്ടാൽ തന്നെ മൂസാന്റെ ബോഡിയിൽ ഇത്രയും വലിയൊരു ഡാമേജ് വരുന്നുണ്ട്. മൂസാനാണെങ്കിൽ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നതന്നെ അവോയ്ഡ് ആക്കും. അതിനുശേഷം ഇതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ മെഡിസിനെ പറ്റി അറിയാവുന്ന ഒരേ ഒരാൾ ആ ഒരു ഡോക്ടർ മാത്രമാണ്. ആ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ സൈഡ് എഫക്ട്സിന്റെ മരുന്നും കണ്ടുപിടിച്ചിട്ട് മൂസാനെ ഫുള്ളായിട്ട് തന്നെ ക്യൂർ ചെയ്തേനെ. മൂസാനാണെങ്കിൽ ഓൾറെഡി ഡോക്ടറിനെ കൊന്നു കഴിഞ്ഞു. അതിനുശേഷമാണെങ്കിൽ രാത്രികാലത്ത് മാത്രമേ മൂസാൻ പുറത്തു പോയിരുന്നുള്ളൂ. ഇങ്ങനെ കുറെ നാൾക്ക് ശേഷം മൂസാൻ ഒരു ഐഡിയ കിട്ടും. മൂസാന്റെ ഡീമൺ ബ്ലഡ് ബാക്കിയുള്ള മനുഷ്യരുടെ ശരീരത്തിലും ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരും ഡീമനായിട്ട് മാറും. എന്നിട്ട് അതിലാരെങ്കിലും സൂര്യപ്രകാശത്ത് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ആ ഒരു ഡീമനെ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ മൂസാനെ കൊണ്ടും സൺലൈറ്റിൽ സർവൈവ് ചെയ്യാൻ സാധിക്കും. ഇതായിരുന്നു മൂസാൻ ചെയ്തിരുന്ന ഒരു മാസ്റ്റർ പ്ലാൻ. എന്നിട്ട് മൂസാൻ പറഞ്ഞ പോലെ തന്നെ മൂസാൻ കാണുന്ന ഹ്യൂമൻസ് എല്ലാവരെയും ഒരു ഡീമനായിട്ട് മാറ്റും. അങ്ങനെ ഡീമനായിട്ട് മാറ്റിയതിനു ശേഷം അതിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഡീമൻസ് മാത്രം അപ്പർ റാങ്ക് ഡീമൻസ് ആൻഡ് ലോവർ റാങ്ക് ഡീമൻസ് എന്ന് 2 കാറ്റഗറിയിലാക്കും. മൂസാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഡീമൻസിനോടാണ് മൂസാൻ കാര്യങ്ങളെല്ലാം പറയുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രിയാണെങ്കിൽ മൂസാൻ പുറത്തേക്ക് പോകുമ്പോൾ യൊറീച്ചിനെ മീറ്റ് ചെയ്യും. യൊറീച്ചിയാണ് ഫസ്റ്റ് ഡീമൺ സ്ലെയർ അല്ലെങ്കിൽ ഗോഡ് ഓഫ് ഡീമൺ സ്ലെയർ എന്ന് പറയാം. നമ്മളിപ്പോൾ കാണുന്ന ഡീമൺ സ്ലെയേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ബ്രീത്തിങ് സ്റ്റൈൽസ് എല്ലാം യൊറീച്ചി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സൺ ബ്രീത്തിങ്ങിൽ നിന്ന് ഡിറൈവ് ആയി വന്നതാണ്. യൊറീച്ചി യൂസ് ചെയ്യുന്ന സൺ ബ്രീത്തിങ് ബാക്കിയുള്ള ബ്രീത്തിങ് ഫോംസിനെക്കാളും ഭയങ്കര പവർഫുൾ ആണ്. ഡീമൻസ് എല്ലാവരെയും ഒരു ഇൻസ്റ്റന്റിൽ തന്നെ ഈ ഒരു ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്ത് കൊല്ലാൻ സാധിക്കും. അവിടെ വെച്ചാണെങ്കിൽ മൂസാനെ തന്നെ ഓൾമോസ്റ്റ് യൊറീച്ചി കില്ല് ചെയ്യും. ചെറിയൊരു ലക്കിലായിരുന്നു മൂസാൻ അവിടെ യൊറീച്ചിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്നത്. അതിനുശേഷം ഒന്നും മൂസാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കാറില്ല. തനിക്ക് എന്തൊരാവശ്യമുണ്ടെങ്കിലും അപ്പർ റാങ്ക് ഡീമൻസ് അല്ലെങ്കിൽ ലോവർ റാങ്ക് ഡീമൻസിനോട് ആ ഒരു ആവശ്യം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യും. മൂസാൻ ഒരു ഡീമൻ ആയതിനു ശേഷം മൂസാന്റെ ഫാമിലിയിൽ നിന്ന് ജനിക്കുന്ന എല്ലാവരും 30 വയസ്സാകുമ്പോൾ മരിക്കും. അങ്ങനെയാണ് ഒരു ഫാമിലി ട്രീ പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ മൂസാന്റെ ഒരു ഫാമിലി ബ്ലഡ് ലൈനിൽ ജനിച്ച ഒരാളാണ് ഇപ്പോഴത്തെ കറന്റ് ഡീമൺ സ്ലെയർ കോർപ്സിന്റെ ഹെഡായ കാഗുയ ഉബയാഷിക്കി. അതുകൊണ്ട് തന്നെയാണ് കാഗുയയ്ക്കും ഓൾറെഡി ഒരു ഡിസീസ് ഉള്ളതുപോലെ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയിലൂടെ മൂസാന്റെ ഒറിജിൻ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മൂസാന്റെ പവർ ലെവൽസ് എല്ലാം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. മാക്സിമം ഒരു 500 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ടേക്ക് കെയർ, cheers.